കാനഡയിൽ പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചു. കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ് റോയിയുമാണ് മരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മളെ തേടിയെത്തിയത്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതാണ് അധികൃതർ പങ്കുവെക്കുന്ന വിവരം. അധികൃതരുടെ ഭാഗത്തു നിന്നും അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് ഈ വീട്ടുകാർ, അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, അതായത് അനൗദ്യോഗികമായി ഇന്നലെ ഉച്ചയോടുകൂടി അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരുന്നത് അവരുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞിട്ടാണ് അറിഞ്ഞിരുന്നത്. ഇങ്ങനെ, അതായത് പരിശീലന പറക്കലിനിടെ 2 വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപകടമുണ്ടായത് എന്ന് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതിൽ നിന്ന് മാത്രമുള്ള വിവരമേ ഉള്ളൂ വീട്ടുകാർക്ക്. അതേസമയം അതായത് 2 വിമാനങ്ങൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ ലാൻഡിങ്ങിനിടെ ഉണ്ടായ ക്രാഷാണ് ഇതിലേക്ക് വന്നത്, ഈ അപകടത്തിലേക്ക് വന്നതും. ആ അപകടമുണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ 2 പേരും മരണത്തിലേക്ക് പോയി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ വൈകുന്നേരം 5:30യോടുകൂടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി വൈകുന്നേരം 5:30യോടുകൂടിയാണ്. അതേസമയം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അപകടമുണ്ടായതെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അത്തരം കാര്യങ്ങളൊന്നും ഇവർ ഇൻഫോം ചെയ്യുന്നില്ല. അത് ഈ കാനഡയുടെ നിയമത്തിന് വിരുദ്ധമാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതോ അത്തരം നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അവരുടെ ചട്ടം. അതിനനുസരിച്ച് അവിടെയുള്ള കുട്ടികൾ പോലും അത്തരത്തിൽ അവരോട് റിയാക്ട് ചെയ്യുന്നില്ല. അതേസമയം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന 1-2 കുട്ടികളുടെ നൽകിയിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാവ്സ് എയർ പൈലറ്റ് ട്രെയിനിങ് സ്കൂളിൽ നിന്നാണ് ഇങ്ങനെ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ട്രെയിനിങ് നടത്തുന്നത് നേരത്തെ തന്നെ, അതായത് പ്രൈവറ്റ് ലൈസൻസ് ഓൾറെഡി ലഭിച്ചിരുന്നതാണ് ശ്രീഹരിക്ക്. അതേസമയം ബാക്കിയുള്ള, അതായത് ഹെവി വെഹിക്കിൾ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പരിശീലനത്തിലായത് ഫ്ലൈയിങ് അവേഴ്സ് ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. അതിനോട് അടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇരുന്ന ഈ പരിശീലന പറക്കലിനിടെയാണ് 2 വിമാനങ്ങൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അത് അങ്ങനെ സാങ്കേതികമായി സംഭവിച്ച പിഴവാണോ അതോ അത്തരത്തിലവരെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ എക്വിപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായാണോ എന്നുള്ള കാര്യം വീട്ടുകാർക്ക് വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഒരു വിമാനത്തിൻ്റെ മുകളിലായി മറ്റൊന്ന് വന്ന് വീഴുന്ന തരത്തിലായിരുന്നു അപകടം. ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കാൻ, ഈ ഏവിയേഷൻ പരിശീലന ആളുകളുമായിട്ട് സംസാരിക്കാൻ, കാനഡയിലുള്ള അധികാരികളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ശ്രീഹരിയുടെ മൃതദേഹം ഇനി നാട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ തുടരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതായത് കേന്ദ്രമന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിക്കും ഈ വിഷയം വീട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവരെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇനിയുള്ള അവരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മൃതദേഹം ഇവിടെ എത്തി അതിനുള്ള ബാക്കിയുള്ള ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. അത് എത്രയും വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ ആലോചിക്കണം. അതല്ലെങ്കിൽ അതിനുള്ള എത്രയും വേഗമുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ള അപേക്ഷയുണ്ട് വീട്ടുകാർക്ക്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹൈബിയുടെ MP-യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ജയശങ്കർ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഇവർ 2 പേരുമായിട്ടും അവരുടെ ഓഫീസ് വഴിയും ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക, തുടർന്നുണ്ടാകുന്ന ചടങ്ങുകൾ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ വീട്ടുകാരുടെ ലക്ഷ്യം. അതാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രീഹരിയുടെ അമ്മയുടെ സഹോദരനാണ് ദീപേഷ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം നിയമപരമായി കാനഡയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതോറിറ്റി അത് പുറത്തുവിടില്ല. എന്ത് സംഭവിച്ചതാണ് എന്ന് പോലുമുള്ള കാര്യത്തിൽ ഒരുപക്ഷെ വ്യക്തത ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഈ അപകടമുണ്ടായി 2 കുട്ടികൾ മരിച്ചു എന്നുള്ളത് കാനഡയിലെ മീഡിയകളിലൊക്കെ വാർത്തകൾ വന്നിരുന്നതാണ്. എന്നിരുന്നാൽ പോലും
അത് ആരാണെന്നോ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കുടുംബത്തിന് അനൗദ്യോഗികമായി ഇങ്ങനൊരു അറിയിപ്പ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, അതിൽ ഈ പറയുന്നത് പോലെ 2 കുട്ടികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് വൈകുന്നേരം 5:30 കൂടിയാണ് ഈ കാനഡയിലെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശ്രീഹരിയാണ് മരിച്ചത് എന്നുള്ള വിവരവും അറിയിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു വിവരം കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും കൂടിയായിരുന്ന 1-2 കുട്ടികളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് കുടുംബം ഷെയർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ആജ്ഞ ഒരു പൈലറ്റ് ആവുക എന്ന വലിയ സ്വപ്നവുമായി കാനഡയിലേക്ക് പറന്നതാണ് ശ്രീഹരി. വലിയ ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. വലിയ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്. കേൾക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എത്ര കാലം മുമ്പാണ് ശ്രീഹരി കാനഡയിലേക്ക് പോയത്? 1.5 വർഷം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട ഉള്ള പഠനവുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയിരുന്നതാണ്. അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ, പ്രൈവറ്റ് ഫ്ലൈറ്റുകൾ ഓടിക്കാനുള്ള ലൈസൻസ് ശ്രീഹരി നേടിയിരുന്നു. അത് മാത്രമല്ല, അത് കൂടുതൽ ഈ പറയുന്നത് പോലെ അവരുടെ കരിയർ വൈസ് കൂടുതൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇത്ര മണിക്കൂർ ഫ്ലൈറ്റ് പറത്തണമെന്നുള്ള നിബന്ധനയുണ്ട്. അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കാത്തിരുന്ന ആളാണ് ശ്രീഹരി. ആ പരിശീലന പറക്കലിനിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അത് 2 കുട്ടികളാണ്. ഈ 2 കുട്ടികളെയും ഒരേ സമയം ലാൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം പോലും, അതായത് ഇത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട എന്ന സാഹചര്യം, അതായത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഉന്നയിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ പറയുന്നത് പോലെ നിയമം വ്യത്യസ്തമാണ്. കാനഡയുടെ നിയമം വേറൊന്നാണ്. ഒരു പക്ഷേ അവരുടെ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട് അത് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ ഷെയർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിട്ട് ക്രൈമാണ്, അതല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തു കൊണ്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൃതദേഹം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അടിയന്തര നടപടികളുണ്ട്. പക്ഷേ ഫോറിൻ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാനുള്ള അവകാശം കുടുംബത്തിനുള്ളത് കൊണ്ടും അതിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീഹരിയുടെ അമ്മാവൻ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ സഹോദരിയുടെ മകനാണ് ശ്രീഹരി. കാനഡയിലായിരുന്നു. അവിടെ മിനിറ്റോബ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1.5 വർഷമായി പോയിട്ട്. അപ്പോൾ അവിടെ പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ പ്രൈവറ്റ് ലൈസൻസ് കിട്ടിയിരുന്നു. പ്രൈവറ്റ് പ്ലെയിൻസ് ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിരുന്നു. അപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് ആവാറായിരുന്നു. ആ ഫ്ലൈയിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവാറായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. മിനിഞ്ഞാന്ന്, അതായത് 8-ാം തീയതി ഇന്ത്യൻ ടൈം വൈകുന്നേരം 7 മണിയോടുകൂടി, അവിടുത്തെ സമയം രാവിലെ 8:30, 2 പരിശീലന അതേ ട്രെയിനിങ് അക്കാഡമിയിൽ തന്നെ 2 കുട്ടികൾ പറത്തിയിരുന്ന ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ക്രാഷായിരുന്നു. 2 പേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ വന്നത്. അപ്പോൾ അത് നമുക്കപ്പോൾ അവിടെയുള്ള കുട്ടികൾ വഴി നമ്മൾ ഒരു വിവരം അറിഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ കൺഫർമേഷൻ ഇന്നലെ വൈകുന്നേരം 5:30 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഫ്ലൈയിങ് സ്കൂളിലെ തന്നെ ശ്രീഹരിയുടെ ഇൻസ്ട്രക്ടർ നമ്മളെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഒരേ സമയം 2 വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇൻസ്ട്രക്ടർ പറഞ്ഞതും അല്ലാതെ അറിഞ്ഞതും. അപ്പോൾ അതൊരു അബദ്ധം കൊണ്ട് ഒരേ സമയത്ത് വന്നതല്ല. അതെന്തോ ഒരു പ്രത്യേക പരിശീലന പറക്കലിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നറിയില്ല. നേരിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഒരു വിമാനത്തിൻ്റെ മുകളിൽ മറ്റൊരു വിമാനം വരുന്ന രീതിയിലായിരുന്നു ഈ ലാൻഡിങ്ങിനായിട്ട് അപ്രോച്ച് വരുന്നുണ്ടായിരുന്നത്. മറ്റുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്കറിയില്ല. ഇപ്പോൾ അവിടെയുള്ള ഒരു 1-2 കുട്ടികൾ പറഞ്ഞ വിവരവും പിന്നെ ഇൻസ്ട്രക്ടർ അറിയിച്ച വിവരവും മാത്രമേ നമുക്കുള്ളൂ. കാനഡയിൽ പരിശീലന പറക്കലിനിടെ അപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് വിദ്യാർത്ഥി ശ്രീഹരി സുകേഷിൻ്റെ അമ്മാവൻ ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതാണ് കേട്ടത്. ശ്രീഹരിയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്.